എന്നെ നിനക്കായി നൽകിയിടുന്നു മന്നരാമേശുപരാ. എന്നെ നിനക്കായി നൽകിയിടുന്നു മന്നരാമേശുപരാ. മണ്ണിലൻ കാലം തീരും വരെയും മണ്ണിലൻ കാലം തീരും വരെയും നിന്നെ സ്തുതിച്ചിടും ഞാൻ. നിന്നെ സ്തുതിച്ചിടും ഞാൻ. കുരിശിൽ ആണികളാ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 7 വാക്യം. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. പാപബോധം മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കും. പാപം മറയ്ക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കുകയില്ല. അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വരുന്നവന് കരുണ ലഭിക്കും. ദാവീദ് രാജാവായിരുന്നിട്ടും പാപത്തിൽ വീണു. നമ്മുടെ പദവിയോ സമ്പത്തോ ശക്തിയോ ഒന്നും ആത്മാവിനെ ശുദ്ധീകരിക്കുകയില്ല. ദൈവകൃപ മാത്രമാണ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്. ഈ സോപ്പ് പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമായിരുന്നു. അത് പാപശുദ്ധിയുടെ പ്രതീകമാണ്. പാപത്തിന് പരിഹാരം വേണം. ശുദ്ധീകരണം ദൈവത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ദാവീദ് പറയുന്നത് എന്നെ ഒന്ന് കഴുകണമേ എന്നാണ്. നാം പലപ്പോഴും നല്ല പ്രവൃത്തികൾ കൊണ്ടും മതാനുഷ്ഠാനങ്ങൾ കൊണ്ടും പുറമേയുള്ള മാറ്റങ്ങൾ കൊണ്ടും ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്നത്തെ വാക്യത്തിൽ ദാവീദ് ആവശ്യപ്പെടുന്നത് ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ എന്നാണ്. ഹിമം ഏറ്റവും വെളുത്തതിൻ്റെ പ്രതീകമാണ്. ദൈവം ക്ഷമിക്കുമ്പോൾ പാപത്തിൻ്റെ അടയാളം പോലും നമ്മിൽ ശേഷിക്കുകയില്ല. ദൈവത്തിൻ്റെ ക്ഷമ പരിപൂർണമാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വെണ്മയുള്ളവനായി ജീവിപ്പാൻ ഈ നാളുകളിൽ നമ്മെ തന്നെ നമുക്കൊരുക്കാം. ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പുള്ളതാക്കി തീർക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.